ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുര ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഗുണന രീതികൾ എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. പേജ് നമ്പർ 34 വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇതുവരെ ആ ചതുരഗുണനം ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 10നും 20നും ഇടയ്ക്കുള്ള സംഖ്യകളാണ്. അപ്പൊ അതിന് മുകളിലോട്ടുള്ള സംഖ്യകൾ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. എങ്കിൽ നമുക്ക് ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. തുടർന്ന് പേജ് നമ്പർ 35 ചില പ്രവർത്തനങ്ങളുണ്ട്, അതും നമുക്കൊന്ന് നോക്കാം. 35 ഗുണിക്കണം 29 ചതുര ഗുണത്തില് നമുക്ക് ഇതുവരെ നമ്മൾ 30ലേക്കൊന്നും കയറിയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം. 30ഉം 5ഉം ആണ് 35 അല്ലേ. അതേപോലെ 20ഉം 9ഉം 29 തിരിച്ചു എഴുതാട്ടോ. ഇവിടെ ഞാൻ 5 എഴുതി, ഇവിടെ 30 എഴുതി. 30ഉം 5ഉം 35. 9 ഇവിടെ എഴുതി, 20 ഇവിടെ എഴുതി. അപ്പൊ 20, 9, 29. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്ന് അറിയണ്ടേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം. ഇവിടെ ഞാൻ 2ഉം 3ഉം കൂടെ ഗുണിച്ചു 6 എഴുതി, പിന്നെ 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 600. 20 × 30 600. ഇനി 20നെ 5 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതാ, എത്രയാ വരിക? 100. നിങ്ങൾക്കറിയാം അല്ലേ. ഇനി അതേപോലെ 9നെ 30 കൊണ്ട് ഗുണിക്കാം. 9 3 27, 270 വരും. 9 ഗുണിക്കാൻ 5 45 വരും. ഇനി നമുക്കിതൊന്ന് കൂട്ടി എഴുതി നോക്കാം. 600 100 കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടും 700 കിട്ടും അല്ലേ. ഇനി 270ഉം 45ഉം അതിന് പകരം 270 30ഉം കൂട്ടുക, 300 പിന്നെ ബാക്കി ഇവിടെയുള്ളത് 15, 315. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടാം. 700, 300, 1000, 1015 വരും. ഓക്കെ ആണല്ലോ. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. 95 45 ഇവിടെ വന്നു. 93 27 270. ഓക്കെ ആണല്ലോ. ഇനി 20 ഗുണിക്കണം 5 എന്ന് പറയുന്നത് എന്താണ്? 100. 20 ഗുണിക്കണം 30 എന്ന് പറയുന്നത് 600. ഇനി നിങ്ങൾ ഇവിടേക്കൊന്ന് നോക്കാം. 45 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി 100 ഇവിടെ കിട്ടിയിട്ടുണ്ട്. 270 ഇവിടെയുണ്ട്. 600 ഇവിടെയുണ്ട്. അപ്പം ഇത് തന്നെയാണ് എന്ത്, ഇതിന്റെ ആൻസർ വരുന്നത്. എത്രയാ വരിക? 1015. അങ്ങനെ വന്നപ്പോൾ ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, ടീച്ചറെ ഇത് ഇനിയും വേറെ മെത്തേഡിൽ ചെയ്യാലോ? ചെയ്യാം, അതും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം അല്ലേ. ചില കൂട്ടുകാരെ ചെയ്ത് എന്താണെന്ന് അറിയാവോ? 35നെ 10 10 10 30ആയി അല്ലേ. 5 ഇവിടെ 20ഉം 9ഉം അങ്ങനെ എഴുതി. നമുക്കൊന്ന് നോക്കി നോക്കാം. 20 × 10 എത്രയാണ് വരിക? 200. ഇവിടെയും 200 വരും, ഇവിടെയും എന്ത് തന്നെ വരും? 200. 20 × 5 എത്രയാ വരിക? 100. സംശയമൊന്നുമില്ലല്ലോ. ഇനി 9 × 10 90. ഇവിടെയും 9 × 10 90. ഇവിടെയും 9 × 10 90. ഇനി നമുക്ക് കിട്ടും 95 എത്രയാ വരിക? 45. ഇനി കൂട്ടുകാർ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി അറിയാം. 100 ഇവിടെ വന്നു, 45 ഇവിടെ വന്നു. ഇനി ഇത് മൂന്നും കൂട്ടിയാൽ എന്ത് തന്നെയാണ് വരുന്നത്? 600 ആണ് വരുന്നത്. ഇത് മൂന്നും കൂട്ടിയാലോ നമുക്ക് കിട്ടും 270. എന്ത് രസാ ഗണിത പഠനം. ഗണിത പഠനം എന്ന് പറയുന്നത് ആസ്വദിച്ച് പഠിക്കണം. ഇനി ഇത് വേറെ മെത്തേഡിൽ ചെയ്തൂടെ? ചെയ്യാം. ഇവിടെ നോക്കാം. ഇവിടെ കിട്ടുന്നത് 600 100ഉം ഇവിടെ 700 വരും. ഇവിടെയോ 270ഉം 30ഉം 300 315. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. കൂട്ടുകാർ മനസ്സിലായില്ലേ? ചില ബിരുദന്മാര് പറയും ഇവിടെയും മാറ്റി എഴുതാം, 10 10 9 എഴുതാം. പിന്നെ നമ്മൾ ഒത്തിരി എന്താ പറയാ പ്രശ്നങ്ങളിലേക്ക് പോകാൻ നോക്കൂലല്ലോ. നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിലല്ലേ ചെയ്യാൻ പഠിക്കുള്ളൂ. ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. 35 ഗുണിക്കണം 29 എന്ന് പറയുന്നത് 35 എന്ന് പറയുന്നത് 30 കൂട്ടണം 5 ആണ്. ഇതിനെ എന്ത് ചെയ്യണം? 29 കൊണ്ട് ഗുണിക്കുക. അതായത് 30 ഗുണിക്കണം 29 കൂട്ടണം 5 ഗുണിക്കണം 29.
നിങ്ങൾ നോക്കോളൂ. 30നെ 29 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 870 കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ 870 കൂട്ടണം. ഇനി 5 ഗുണിക്കണം 29. 20 5 100, 9 5 45, 145. ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോളൂ. 870ഉം 145, 800ഉം 100ഉം 900, 70ഉം 30ഉം 100, അപ്പൊ 1000. പിന്നെ ബാക്കിയുള്ള 15, 1015 തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഞാൻ കൂട്ടിയ രീതിയിൽ കൂട്ടാൻ അറിയില്ലെങ്കിൽ താഴെ എഴുതി കൂട്ടുക. നോക്കൂ, എത്ര രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതുമല്ല, ഇതിനേക്കാളും എളുപ്പത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്. ഇത് നിങ്ങൾ ഓരോ കണക്കിനും ഇത് മുഴുവൻ ചെയ്തു പോയാൽ നിങ്ങൾ എക്സ്പെർട്ടുകളായിട്ട് മാറും. അതായത് 35നെ 29 കൊണ്ട് താഴെ എഴുതി ഗുണിക്കുക. ഇവിടെ നമ്മൾ ആദ്യം 35നെ 9 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യാ? 9 5 45, 5 ബാക്കി 4, 9 3 27, 4 31, 315 വരും അല്ലെ. ഇനി 2 കൊണ്ട് ഈ 2 10, 10ന്റെ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് 0 വരിക. 2 3 6 1 7. നോക്കൂ, 5 1 7 3 10 എത്രയാണ് കിട്ടുന്നത്? 1015. അപ്പൊ ഇനി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഒരെണ്ണമൊക്കെ ഇവിടെ ചെയ്തു തരുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ എത്ര രീതിയിൽ ഞാൻ ഇവിടെ കാണിച്ചു തന്നു. ഇതേ മെത്തേഡുകളിൽ നിങ്ങളും ചെയ്തു നോക്കുക. ഓരോന്നും ചെയ്യാം. അപ്പൊ നമുക്ക് ഗണിത പഠനം ഏറ്റവും ആസ്വാദ്യകരമായി അനുഭവപ്പെടും. നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇപ്പൊ നമ്മൾ ഗുണിച്ചില്ലേ, അത് തന്നെയാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. 29നെ 29 സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ ഓരോ കണക്കും നമ്മൾ ഈ എല്ലാ മെത്തേഡിലും എഴുതി ഒരു 8-10 എണ്ണം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ അത് ഉറച്ചിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നേ വരില്ല. മനക്കണക്കായിട്ട് കൂട്ടാനും നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഉചിതമായത് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം 345 ഗുണിക്കണം 26. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 300 എഴുതാം, ഇവിടെ 40 എഴുതാം, ഇവിടെ 5 എഴുതാം. അപ്പൊ ചിലര് ചോദിക്കുന്നുണ്ടാവും, ഇവിടെ 5 എഴുതിക്കൂടെ, ഇവിടെ 40 എഴുതാം, ഇവിടെ 300 എഴുതാം. നിങ്ങളുടെ ഇഷ്ടം, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ എഴുതിക്കോളാം. ഇനി 26ന് ഞാനിവിടെ 20ഉം 6ഉം എഴുതി. ഇനി നമുക്ക് തമ്മിൽ ഗുണിച്ചെഴുതാം. ഗുണിച്ചെഴുതുമ്പോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ 2 3 ആദ്യം ഗുണിച്ചെഴുതാം 6. ഇവിടെ 2 0, ഇവിടെ 1 0, ആകെ 3 0. അടുത്തത് 20 × 40, 24 8, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, 800. 20 × 5 എത്രയാണ്? 100. ഇനി 6 × 3, 6 3 18 പിന്നെ ഇവിടെ 2 0 ഉണ്ട്, അതെടുത്ത് എഴുതുക. 6 4 24 0 എടുത്ത് എഴുതി. 6 5 30. നമുക്ക് എന്ത് ചെയ്യണം? അതെല്ലാം കൂടെ കൂട്ടി എഴുതണം അല്ലെ. കൂട്ടി എഴുതണമെങ്കിൽ ഞാൻ ഇവിടെ വേറൊരു കോളം കൂടെ വരയ്ക്കാം. നിങ്ങൾ വൃത്തിയിൽ കോളം ഒക്കെ വരച്ചിട്ട് എഴുതിക്കോളാം. ഇവിടെ 800 100 ആദ്യം കൂട്ടി 900, പിന്നെ ഇവിടെ 6000. അപ്പൊ ആകെ എത്ര വരും? 6900 വരുന്നത്. അടുത്തത് ഇവിടെ 1800ഉം 200ഉം കൂടെ കൂട്ടുക. അപ്പൊ 2000 വരും. പിന്നെ 40 30, 2070 വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂട്ടണം. അപ്പൊ ആദ്യം ഞാൻ കൂട്ടുന്നത് 6000ഉം 2000ഉം കൂടെ കൂട്ടും, 8000 കിട്ടും. അത് കൽബിനുള്ളിൽ അങ്ങോട്ട് വെക്കുക. പിന്നെ 900ഉം 70ഉം 970. നേരത്തെ കൽബിനുള്ളിൽ വെച്ചത് എത്രയായിരുന്നു? 8000. 8000ഉം 970, 8000, അതായത് 8970 വരുന്നത്. കൂട്ടുകാർക്ക് സംശയമുണ്ടോ? 6000ഉം 2000 കൂട്ടി 8000, 900ഉം 70ഉം കൂടെ കൂട്ടി 970. ഓക്കെ ആയല്ലോ? എങ്കിൽ നമുക്ക് പേജ് നമ്പർ 35ലുള്ള ചില പ്രവർത്തനങ്ങൾ നോക്കാം. ഓക്കെ. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ പ്രൊഡക്ട്സ് ബിലോ. അതായത് ഒന്നാമത്തത് 12 ഗുണിക്കണം 34. സമയലാഭത്തിന് വേണ്ടി ഞാൻ കോളൊക്കെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. 10 കൂട്ടണം 2 12, ഇവിടെ 30ഉം 4.
ഓക്കെ, നമുക്കൊന്ന് ഗുണിക്കാം. ഇവിടെ 3ഉം 1ഉം തമ്മിൽ ഗുണിച്ചു, ഒരു 3 3. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, 2 0 ഇട്ടു. ഓക്കെ ആയല്ലോ. ഇനി 30 2 എത്രയാണ്? 30നെ 2 കൊണ്ട് ഗുണിക്കാൻ ഇരട്ടി കണ്ടാൽ മതി. 32 60. ഇനി 4 × 10 40, 4 × 2 8. നോക്കൂ, 300ഉം 60ഉം കൂടെ കൂട്ടിയാൽ 360 വരുന്നത്. 40ഉം 8ഉം കൂടെ കൂട്ടിയാൽ 48. ഇവിടെ തന്നെ കറക്റ്റ് എഴുതി വെച്ചാൽ കൂട്ടാനും നിങ്ങൾക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ ടീച്ചർ ചെയ്യുന്നത് പോലെ മനക്കണക്കായിട്ട് കൂട്ടി എഴുതി വെക്കുക. ഇവിടെ ഞാൻ കൂട്ടുന്നത് 360ഉം ഇവിടുത്തെ ഒരു 40ഉം കൂടെ കൂട്ടും 400. അപ്പൊ നമുക്ക് കിട്ടും 408. കൂട്ടുകാർക്ക് റെഡി ആയിട്ടുണ്ടാവും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോളാം. 10 കൂട്ടണം 2 ഈ രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. 10 കൂട്ടണം 2 12 × 34. അതായത് 10 ഗുണിക്കണം 34 കൂട്ടണം 2 ഗുണിക്കണം 34. 10 ഗുണിക്കണം 34 നമുക്ക് എളുപ്പം കിട്ടും 340 കൂട്ടണം 34 2 32 60 4 2 8 60ഉം 8ഉം എത്രയാ വരിക? 68. 340ഉം 60ഉം എത്രയാ കിട്ടുക? നമുക്കറിയാം 400 408. ഓക്കെ ആണല്ലോ. 408 ഈ രീതിയിലൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമുക്ക് നേരിട്ടും ഗുണിക്കാം. 34 ഗുണിക്കണം 12 എഴുതി നിങ്ങൾ ഗുണിച്ചോളാം. എല്ലാ രീതിയും നിങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ ടീച്ചറെ ഈ രീതി ചെയ്യുന്നത്? ഇത് പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ ചെയ്യാനുണ്ടാവും, അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റൂ. രണ്ടാമത്തെ കണക്ക് നമുക്കൊന്ന് നോക്കാം. 23 ഗുണിക്കണം 45. അപ്പൊ ഇവിടെ നമ്മൾ 20 എഴുതി, ഇവിടെ 3 എഴുതി, ഇവിടെ 40 എഴുതി, ഇവിടെ 5 എഴുതി. 4 2 8 2 0 അപ്പൊ 800. 40 × 20 800. 40 × 3 4 3 12 അപ്പൊ 120. ഇനി 5 20 100 ആണെന്ന് ഇപ്പൊ നമ്മൾ 2-3 കണക്കുകൾ ചെയ്തപ്പോ നമ്മളുടെ മനസ്സിലേക്ക് ഉറച്ചു. ഓക്കെ ആയല്ലോ. 5 × 3 15. ഇനി 800ഉം 100ഉം 900 920. 100ഉം 15ഉം 115. ഇവിടെയും എളുപ്പ വഴി കൂട്ടുന്നത് 900ഉം 100ഉം കൂടെ കൂട്ടുക 1000 കിട്ടും. 20ഉം 15ഉം 35. 1035 കിട്ടുന്നത്. കൂട്ടുകാർ ചെയ്തു നോക്കുക. അടുത്ത മെത്തേഡുകളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ ഈ ഒരെണ്ണേ ചെയ്യുന്നുള്ളൂ. 75 ഗുണിക്കണം 75. ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ പറഞ്ഞു തന്ന ട്രിക്ക് ഓടിയെത്തിയിട്ടുണ്ടാവും. എന്താണ് ആ ട്രിക്ക് എന്ന് പറയുന്നത്? നോക്കൂ, രണ്ടും ഒരേ സംഖ്യയാണ്, 5ൽ അവസാനിക്കുന്ന സംഖ്യകളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 7ന്റെ തൊട്ടടുത്ത സംഖ്യ എടുക്കുക. എത്രയാണ്? 8. 7 × 8 എത്രയാണ്? 56. ഇനി 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ 25 വരുന്നത്. ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് പുതിയൊരു മെത്തേഡാണ്. നമുക്കറിയാം ക്വിസ് കോമ്പറ്റീഷനൊക്കെ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ഈ മെത്തേഡ് സ്വീകരിച്ചാൽ മതി. ഇനി നമുക്കത് ഇവിടെ വേണമെങ്കിൽ എഴുതാം. 70 5. ഇവിടെയും 70 5. 7 7 49. 2 0 ഇടാം. 7 5 35. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്. 350. ഓക്കെ, 5 70 എത്രയാണ് വരിക? 350 വരിക. 5 5 25. നമുക്കറിയാം 4900 കൂടെ 350 കൂട്ടണം. അപ്പൊ 4900 കൂടെ 100 കൂട്ടിയാൽ നമുക്ക് 5000 അപ്പൊ ബാക്കി 250. 5250. അടുത്തത് 350ഉം 25 375. ഇനി ഇത് കൂട്ടണമെങ്കിൽ നമുക്കറിയാം 5200 300 കൂടി അങ്ങോട്ട് കൂട്ടുക. അപ്പൊ 5500. പിന്നെ 75ഉം 50ഉം ആണ് അല്ലെ. 75 25 കൂടെ കൂട്ടിയാൽ 100. അപ്പൊ 5600. പിന്നെ ഉള്ളത് 25. അപ്പൊ നമുക്ക് കിട്ടും എന്ത് തന്നെ? 5625. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. എങ്കിൽ നമുക്ക് നാലാമത്തെ കണക്കിലേക്ക് കടക്കാം. ചോദ്യം 123 ഗുണിക്കണം 45 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗുണിച്ചെഴുതാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1ഉം 4ഉം കൂടെ ഗുണിക്കാം. ഒരു 4 4. പിന്നെ ഇവിടെ ഒരു 0, ഇവിടെ 2 0.
പൂജ്യങ്ങൾ തമ്മിൽ എഴുതി ഗുണിക്കേണ്ട ആവശ്യമില്ല, അത്രയും പൂജ്യങ്ങൾ ഇട്ടാൽ മതി. ഇനി 4 2 8, അപ്പൊ 40 × 20 800, 4 3 12, 40 × 3 120. ഓക്കെ ആണല്ലോ. 5 × 100 നമുക്ക് കിട്ടും 500, 5 × 20 വീണ്ടും വന്നു 100 തന്നെ കിട്ടി, 5 3 15. നമുക്ക് ഇതെല്ലാം പാടെ കൂട്ടി അങ്ങനെ എഴുതാം. 4000 800 കൂടെ കൂട്ടിയാല് 4800, ഇവിടെ ഒരു 100 ഉണ്ട്, അപ്പൊ 4900, പിന്നെ 20 4920. അടുത്തത് 500 100 600 615. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 4900 ഇവിടുന്ന് ഒരു 100 അങ്ങോട്ട് എടുക്കുക, അപ്പൊ 5000 ആയി. പിന്നെ ഇവിടെ 500 ഉണ്ട്, 5500 ആയി. പിന്നെ 20ഉം 15ഉം 35, അപ്പൊ 5535. 5535. മറ്റുള്ള മെത്തേഡുകൾ നിങ്ങൾ എഴുതാ. ഇവിടെ 123 എന്ന് പറയുമ്പോൾ 100 കൂട്ടണം 20 കൂട്ടണം 3 ആണ്. ഇതിനെ എന്ത് ചെയ്താൽ മതി? 45 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 100 ഗുണിക്കണം 45 കൂട്ടണം 20 ഗുണിക്കണം 45 കൂട്ടണം 3 ഗുണിക്കണം 45. കൂട്ടുകാര് ചെയ്തോളൂ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കണ്ടില്ലേ? 100 ഗുണിക്കണം 45 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4500. ഇത് ഓരോന്നും ചെയ്ത് നിങ്ങൾ കൂട്ടി എഴുതി കഴിഞ്ഞാലും ഇത് തന്നെയാണ് കിട്ടുക. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം 320 ഗുണിക്കണം 78 ആണ്. അപ്പൊ നമുക്ക് 300ഉം 20ഉമാണ് 320, 78 70ഉം 8. ഇത് നോക്കാം. 7 3 21 എഴുതി, ഇവിടെ ഒരു 0, ഇവിടെ 2 0, 21,000. അടുത്തത് 7 2 14, ഇവിടെ ഒരു 0, ഇവിടെയും 1400, 70 × 20. അടുത്തത് 8 × 3 24, 2 0 ഇടാ, 8 × 2 16, ഒരു 0. ഇനി ഇത് കൂട്ടുക. 21,000ഉം ഇവിടെ 1000 കൂടെ കൂട്ടിയാൽ 22,000 ആയി. 22,400. ഓക്കെ ആണല്ലോ. അടുത്തത് 2400ഉം 100ഉം കൂട്ടുക. 2500, പിന്നെ 60, 2560. ഇനി ഇത് കൂട്ടണമെങ്കിൽ ഇതും മനക്കണക്ക് കൂട്ടാം. 22,000ഉം 2000ഉം കൂടെ കൂട്ടുക, 24,000. പിന്നെ 400ഉം 500ഉം കൂടെ കൂട്ടുക, 24,900. ഇനി 900 ബാക്കി 60 ആണ്. അപ്പൊ 24,960. 24,960 ആണ് വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കൂട്ടുക? 0 0 കൂട്ടി ഇവിടെ എഴുതി, ഈ 0 6ഉം കൂട്ടി ഇവിടെ എഴുതി, 4ഉം 5ഉം 9, 2ഉം 2ഉം 4, ഈ 2 ഇവിടെ. ഈ രീതിയിലും എഴുതാം, മനക്കണക്കായിട്ടും എഴുതാം. ഞാൻ എപ്പോഴും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് മനക്കണക്കായിട്ട് ചെയ്യാനാണ്. ഇങ്ങനെ നമ്മൾ മനക്കണക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കും, കോൺസെൻട്രേഷൻ കൂടും. നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം? കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കണക്കുകൾ ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എത്ര ബുദ്ധിമുട്ടുള്ള കണക്കായാലും സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ മനക്കണക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ് എടുക്കുക. കാരണം ഇതിങ്ങനെ എഴുതി കൂട്ടലേ എന്ന് പറയുമ്പോൾ അതിനേക്കാളും നമ്മുടെ ബ്രെയിൻ ഏറ്റവും നന്നായിട്ട് വികസിക്കുന്നത് ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഓക്കെ, കൂട്ടുകാർക്ക് ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. കുറച്ച് ലെങ്ത് കൂടും, അടുത്തതിൽ ഇത്രയും ലെങ്ത് ഉണ്ടാവില്ല. ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിലിടാം. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അത് കൂടാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ലവ് യു ഓൾ, ബൈ.